ഓൾ ടൈം ഹൈയിൽ നിന്നും 50%-ലേറെ കറക്റ്റായ പല PSU സ്റ്റോക്കുകളിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളായി ഹെവി ബൈയിങ് കാണാൻ സാധിച്ചു. ഉദാഹരണം കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 50% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളായി പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഹയർ സൈഡിൽ അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും അതേസമയം റിക്കവറിയുടെ സിഗ്നൽ കാണിച്ചു തുടങ്ങിയതുമായ ചില PSU സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. മസഗോൺ ഡോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഉയർന്ന് 4488 ക്ലോസിംഗ് നൽകി. JP മോർഗൻ സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റ് 4300 JP മോർഗൻ്റെ ടാർഗറ്റിനെ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് മറികടക്കുകയും ചെയ്തു. 88,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.22, ഡിവിഡൻഡ് യീൽഡ് 0.7, 52 വീക്ക് ഹൈ 5860, 52 വീക്കിലോ 1795. മസഗോൺ ഡോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഇപ്പോഴും 30%-അടുത്ത് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിലായി സ്റ്റോക്ക് 10%-ഓളം റിട്ടേൺ നൽകുകയും ഒരു മാസം കൊണ്ട് 5%-ഓളം റിട്ടേൺ നൽകുകയും ചെയ്തു. സ്റ്റോക്ക് കഴിഞ്ഞ 4 മാസമായി അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് സെഗ്മെൻറ്റിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതുവരെ 801-ലധികം വെസലുകൾ കമ്പനി നിർമ്മിച്ചു കഴിഞ്ഞു. ROE 35%, ROCE 44%-അടുത്തും വാല്യൂഷൻ 35-നടുത്ത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും പെർഫോമൻസ് മികച്ചതായിരുന്നു. ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് മികച്ചതായിരുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പെർഫോമൻസ് അത്ര ബെറ്ററില്ലായിരുന്നു. സെയിൽസ് 1828 കോടിയിൽ നിന്നും 2757 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താനും ഓപ്പറേറ്റിംഗ് മാർജിൻ 10%-ൽ നിന്നും 19%-ലേക്ക് ഉയർത്താനും നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 333 കോടിയിൽ നിന്നും 585 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചു. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് 696 കോടിയിൽ നിന്നും 585 കോടിയിലേക്ക് ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ പെർഫോമൻസ് ഒരല്പം മോശമായത് തന്നെയാകാം സ്റ്റോക്ക് 30%-ലേറെ കറക്റ്റ് ആയതിന് പിന്നിലെ പ്രധാന കാരണവും. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 33%, പ്രോഫിറ്റ് ഗ്രോത്ത് 47%, ROE 27%-നടുത്ത്. കമ്പനിയിൽ DIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.6-ൽ നിന്നും 1%-ലേക്ക് ഉയർത്തിയപ്പോൾ FIS സ്റ്റേക്ക് ഹോൾഡിംഗ് 2.4-ൽ നിന്നും 1.4%-ലേക്ക് കുറച്ചു. പ്രൊമോട്ടേഴ്സിന് 84% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 12%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. ക്യാൻഡിൽ പാറ്റേൺ വളരെ അട്രാക്റ്റീവാണ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ 3800, 4000 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി മാറുകയും ചെയ്തു. ഡൗൺ സൈഡ് റിസ്ക് വളരെ ലിമിറ്റഡ് ആണ്. അപ്സൈഡിൽ 30%-ലേറെ റിട്ടേൺ തരാൻ ശേഷിയുള്ള സ്റ്റോക്കാണ് മസഗോൺ ഡോക്ക്. 50%-നടുത്ത് ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഷിപ്പ് സെഗ്മെൻറ്റിലെ അല്ലെങ്കിൽ ഷിപ്പ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2979 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് 1500 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്ക് 50%-നടുത്ത് കറക്ഷനാണ് നേരിട്ടത്. 2024 ജൂലൈ മാസത്തിലായിരുന്നു സ്റ്റോക്ക് 3000-നടുത്തെത്തിയത്. തുടർച്ചയായ 3 ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 1600 പ്രധാന റെസിസ്റ്റൻസ്. 1600 എന്ന ലെവൽ സ്റ്റോക്ക് മറികടന്നാൽ 1750, 1800 തുടങ്ങിയ ലെവലുകളിലേക്ക് നിയർ ടൈം സ്റ്റോക്ക് എത്തിയേക്കും. കൂടാതെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിലും സ്റ്റോക്കിൽ സ്ട്രോങ് ബൈയിങ് വന്നിട്ടുണ്ട്. ബ്രോക്കേജ് ഏജൻസികളൊക്കെ സ്റ്റോക്കിന് അതായത് PSU സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അനുകൂലമായ റിപ്പോർട്ട് പുറത്തിറക്കി തുടങ്ങിയിട്ടുണ്ട്. റീസെൻ്റ്ലി JP മോർഗൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ക്യാപെക്സ് അതായത് ഡിഫൻസ് ക്യാപെക്സ് ഉയരുന്നതനുസരിച്ച് ഡിഫൻസ് സെക്ടറിലെ കമ്പനികളിൽ ആക്സിലറേറ്റഡ് വാല്യൂ ഗ്രോത്ത് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ JP മോർഗൻ BEL, HAL തുടങ്ങിയ സ്റ്റോക്കുകളെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ വരുന്ന 5 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് സ്പെൻഡിങ് 8500 കോടി രൂപയ്ക്ക് മുകളിലേക്കെത്തും. ഡിഫൻസ് എക്സ്പോർട്ടും വരും സമയങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചേക്കും. കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 30,000 കോടിക്ക് മുകളിലുള്ള ഡിഫൻസ് എക്സ്പോർട്ട് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ എക്സ്പോർട്ട് ടാർഗറ്റുകളൊക്കെ പ്രധാനമായും ഷിപ്പ് ബിൽഡിങ്ങും വാർഷിപ്പ് മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്പോർട്ട് തുടങ്ങിയ സെഗ്മെൻറ്റുകൾ വഴിയായിരിക്കും നേടുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിനെയും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 5 അനലിസ്റ്റുകളിൽ 4 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഷോർട്ട് ടൈം മൊമെൻറ്റം ഇൻടാക്റ്റ് ആണ്. 5 ഡേ, 10 ഡേ, 20 ഡേ, ഈവൻ 30 ഡേ
എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ലോവർ സൈഡിൽ ഡോജി പോലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും ചെയ്തു. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൂചനയും 1600 റെസിസ്റ്റൻസ് ആണ്. 1600 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 1800 വരെയുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. റീസെൻറ്റ് ലോ ആയ 1400 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതേ സെക്ടറിലെ തന്നെ മറ്റൊരു സ്റ്റോക്കായ GRSC എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. സമാനമായ ക്യാൻഡിൽ പാറ്റേണാണ് GRSCയിലും കാണുന്നത്. GRSC എന്ന സ്റ്റോക്ക് 2800 രൂപയിൽ നിന്നും കറക്റ്റായി ഏകദേശം 1400 രൂപ വരെ എത്തുകയും അവിടെ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു റിക്കവറിയുടെ സൈൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വന്നിട്ടില്ല. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1800 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 1800 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 2000, 2280 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് GRSC എന്ന സ്റ്റോക്കിലും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്